ഹലോ, ഞാൻ ലിബിൻലി. അപ്പൊ ഞാൻ ഇന്നിപ്പോ ടോക്സിക് എന്ന് പറഞ്ഞ സിനിമ ഇന്നിപ്പോ റിലീസാലോ ഓണായിട്ട്. അപ്പൊ പടം നല്ല പ്രതീക്ഷയോടുകൂടി പോയി കണ്ടതാ. തോട്ടക്കം തന്നെ പറയാം. അട്ട പടരം മൂഞ്ചി ഒരു ഓണത്തിന് ഇറങ്ങിയ ഒരു ഗുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരൊരു വൃത്തിയായിട്ടൊരു പടം. ശരിക്കും പറഞ്ഞ യാഷിന്റെ ഒരു പടം കണ്ട രീതിയാ ഫസ്റ്റ് ഹാഫ്. ഫസ്റ്റ് ഹാഫില് എന്റെ പൊണ്ണ് ഇതിൽ കുറെ നായികമാര്, അതായത് കുറെ മറ്റേ ലേഡീസ് അഭിനയിച്ചിട്ടുണ്ട്. അതായത് കൈറ അദ്വാനി, ഹുമ ഖുറേഷി, നയൻതാര, പിന്നെ താര സുത്താരിയ, പിന്നെ രുക്മിണി വസന്ത്, ഇവരൊക്കെ ആയിട്ട് ഇന്റിമേറ്റ് സീനും യാഷ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഫസ്റ്റ് ഹാഫ് മൊത്തം ഇത് അല്ല, ഇതിൽ നയൻതാര വരില്ല. നയൻതാര പുള്ളിയുടെ സിസ്റ്ററാണ്. അപ്പൊ നയൻതാര ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ഒക്കെ ആയിട്ട് ഇതാണ്. അതായത് ശരിക്കും ഒരു ഏപ്പടം കണ്ട രീതിയാണ് എനിക്ക് ഇന്നിപ്പോ തീർന്നു. എനിക്ക് ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് കിട്ടിയത്. ഹോ, എന്റെ പൊന്നോ, കാട്ടവരാഗം എന്ന് പറഞ്ഞാൽ തനി കാട്ടവരാഗം. ഇതിന്റെ ഒക്കെ മുമ്പിൽ വെച്ച് മറ്റേ ഏതാ വേറെ മറ്റേ സൂര്യയുടെ ഇതിന്റെ മുമ്പിലൊക്കെ ഇന്ത്യൻ ടു, അതേപോലെ തന്നെ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കില അതൊക്കെ അതൊക്കെ ഹിറ്റടിക്കേണ്ട പടങ്ങള്, അങ്ങനെ വേണം പറയാൻ. പിന്നെ പെർഫോമൻസിന്റെ കാര്യം കിട്ടുന്ന അടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് യാഷ് ഇതിലൊരു ഡബിൾ റോളാണ് ചെയ്തേക്കണേ. ഡബിൾ റോള് അത് സെക്കൻഡ് ഹാഫ് തുടങ്ങി വരുള്ളൂ. ഫസ്റ്റ് ഹാഫില് പുള്ളിയുടെ കുൽസിത പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പുള്ളിക്ക് കുഞ്ഞു ജനിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഹാഫില് കാണുന്നത്. പിന്നെ ആ കൊച്ചിനെ കൊല്ലുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സെക്കൻഡ് ഹാഫ് ആകുമ്പോ പ്രേതം കയറി വരും, അങ്ങനെയൊക്കെയാണ് കാട്ടി വെച്ചേക്കണ. ശരിക്കും കാട്ടവരാന്ന് പറയില്ലേ ആ സംഭവം. പിന്നെ ഫസ്റ്റ് ഹാഫ് ഇത് തന്നെ ഏപ്പടം പ്രതീക്ഷിച്ച് പോയാൽ മതി. ഏപ്പടം പ്രതീക്ഷിച്ച് പോയാ നിങ്ങൾക്ക് നിരാശപ്പെടുത്തൂല. അമ്മാതിരി ഒരു ലെവല് കാണാണ് ഈ ഗീതു മോഹൻദാസ് എന്ന് പറഞ്ഞ ഡയറക്ടർ പാൻ ഇന്ത്യ രീതിയിൽ പിടിച്ചു വെച്ചിട്ടുണ്ട് പടം. തിയേറ്റർ എന്ന് പറഞ്ഞാൽ അമ്മാതിരി സൈലന്റും അതിന്റെ ഇടയ്ക്ക് ചിരിയും, എന്താ ചിരിന്നല്ല കളിയാക്കലും മറ്റേ കമന്റിയും കാര്യങ്ങളും. ഓ, സമ്മതിക്കണം. ഇതൊക്കെ ഇത്രയും ഹൈ ബഡ്ജറ്റിൽ ഈ പടമൊക്കെ ഇറക്കിയ പ്രൊഡ്യൂസറിന്റെ കണ്ടം കീറിയിട്ടുണ്ടാവും. കാരണം അമ്മാതിരി മേക്കിംഗ് ഒക്കെ ചെയ്തേക്കണേ. കാരണം ജപ്പാന് അവിടെ എവിടെയൊക്കെ കാട്ടുന്നുണ്ട്. ഇതിനൊക്കെ ക്യാഷ് വേണ്ടേ? ഇതിൽ അഭിനയിച്ച ഈ ലേഡീസിന് തന്നെ നല്ല പൈസയും പോയിട്ടുണ്ടാവും സാലറി ആയിട്ട്. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളു. അതായത് യാഷിന്റെ ഈ പടം പ്രതീക്ഷിച്ച് ഫസ്റ്റ് ഹാഫിൽ കയറാം. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോ അത് എനിക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറേശ്ശെ ഇഷ്ടപ്പെട്ടു. കാരണം നല്ല നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടാ. അത് അതിന്റെ ട്വിസ്റ്റ് ഒക്കെ ക്ലൈമാക്സ് ആകുമ്പോഴാണ് അതിന്റെ ട്വിസ്റ്റ് വന്നത്. അത് തിയേറ്ററിൽ കാണാൻ ഞാൻ പറയില്ലേ, നിങ്ങൾ OTT ഇറങ്ങുമ്പോ കാണാതായിരിക്കും നല്ലത്. കാരണം 3.25 മണിക്കൂറുണ്ട് പടം. ഈ 3.25 മണിക്കൂർ നമ്മള് അതിൽ 1.5 മണിക്കൂർ പോയി, പിന്നെ 1.25 മണിക്കൂർ അത് സെക്കൻഡ് ഹാഫിലാണ്. 1.25 മണിക്കൂർ ആ 1.25 മണിക്കൂർ 1.25 മണിക്കൂർ കാണാൻ വേണ്ടി ഈ 1.5 മണിക്കൂർ കളയണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കണം. പിന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടില്ലായിരുന്നു. സൗണ്ടും അതേപോലെ തന്നെ ക്യാമറയും അമ്മാതിരി വർക്കൊക്കെ കിട്ടില്ലെന്ന് പറയാം. അതൊക്കെ നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഇതിൽ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ, അതായത് മറ്റേ യാഷിന്റെ ചെറുപ്പകാലം അഭിനയിച്ച് ഒരു ഇത് വന്നിട്ട്, ചെറുപ്പകാലല്ല പുള്ളിയുടെ മകനായിട്ട്, യാഷിന്റെ മകനായിട്ട് ഒരു ഇത് വന്നിട്ട് അപ്പൊ ചെയ്ത ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. യാഷ് തന്നെയാണ് ഫൈറ്റും കാര്യങ്ങളും കിട്ടില്ല, അതൊക്കെ കിട്ടില്ല തന്നെയാ. പിന്നെ ഇതില് അതായത് ഈ വോയിസ് ഡബ് ഞാൻ മലയാളത്തിലാണ്. മലയാളം വോയിസ് ഡബ് ചെയ്തത് എന്റെ പൊന്നോ ഒരുമാതിരി വൃത്തികെട്ട അലമ്പ് സൗണ്ട് എന്ന് പറയില്ലേ, അതാണ് എനിക്ക് കിട്ടിയത്. ഒരു അലമ്പ് സൗണ്ട്. മറ്റേ KGF റോക്കി ബായിനൊക്കെ വെച്ച് നോക്കുമ്പോ റോക്കി ബായിക്ക് ആ സൗണ്ടൊക്കെ ഇല്ലേ, നമ്മൾ അത് പ്രതീക്ഷ പോണത്. ഇതിലാവുമ്പോ അയ്യോ എന്നും പറഞ്ഞ് ഉള്ള ഒരു അപരാധിച്ചൊരു സൗണ്ട് അതാണ്. പിന്നെ ഡയലോഗൊക്കെ കേൾക്കുമ്പോ ഈ നാടകങ്ങളിൽ ഇങ്ങനെ ഡയലോഗ് ഉണ്ടാവില്ല. കാരണം ഇമാതിരി അലമ്പ് ഡയലോഗ് നാടകങ്ങളിൽ പോലും ഞാൻ കേട്ടിട്ടില്ല. സമ്മതിക്കണം. ഈ പടമൊക്കെ ഇത്രയും വലിയ ക്യാൻവാസിൽ ഇറക്കിയിട്ട് പൊട്ടിച്ചു കളയാ എന്ന് പറയുന്നത്. അതെ, ഓണത്തിന് ഇറങ്ങിയ നല്ലൊരു ഏപ്പടം, യാഷിന്റെ ഏപ്പടം, അതേ പറയാനുള്ളൂ പടത്തിലെ. എന്തായാലും കാണേണ്ടവർക്കൊക്കെ കാണാം. സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫ് ഞാൻ ഒട്ടും പറയാനുള്ള കാണാൻ പറ്റുമെന്ന്. സമ്മതിക്കണം.
എന്നെ. ഈ പടം ഓണത്തിന് കാലത്ത് 6 മണിക്ക് പോയി കണ്ടത്. അത് 6 മണിക്ക് പടം കാണാൻ വെളുപ്പിന് 5 മണിക്ക് എണീറ്റ് ഓ കാര്യങ്ങള് ചെയ്ത് ഓ എന്നിട്ട് പോയതാണ്. വെളുപ്പിന് 5 മണി തൊട്ടുള്ള ശ്രമത്തിന്റെ പേരിൽ ഒരു പടക്കം കണ്ടു, ഒരു ഏപ്പടം, അത്ര തന്നെ. ഫുള്ളൊന്നും പറയാനില്ല. ശരി.